നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതായാലും അതിലൊരു കലണ്ടർ ഉണ്ടാവും. എല്ലാ ഫോണിലും കലണ്ടർ ഉണ്ട്. എന്തിനാ ഈ കലണ്ടർ? കലണ്ടർ എന്തിനാന്ന് ഞാൻ പറഞ്ഞു തന്നാലോ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കലണ്ടറാണ്. ഹിസ്റ്റോറിക്കൽ കലണ്ടർ എന്ന് പറയും. ഈ കലണ്ടറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് ദിവസം നമ്മൾ എടുത്താലും, ഇന്നത്തെ ദിവസമായാലും ഇനി വരാൻ പോകുന്ന ദിവസമായാലും കഴിഞ്ഞു പോയ ദിവസമായാലും ഏത് ദിവസം എടുത്താലും ആ ദിവസം നടന്ന പ്രധാനപ്പെട്ട ചരിത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനും പഠിക്കാനും കഴിയും. അപ്പോൾ നമുക്ക് ഈ ഹിസ്റ്റോറിക്കൽ കലണ്ടർ ഒന്ന് തുറന്നു നോക്കാം എങ്ങനെയാണെന്ന്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഹിസ്റ്റോറിക്കൽ കലണ്ടർ ഓപ്പൺ ചെയ്താൽ ഇന്ന് ആഗസ്റ്റ് 30 ഇവന്റുകൾ എന്തൊക്കെയാണെന്ന്. ഇതിപ്പോൾ ഇംഗ്ലീഷിലല്ലേ, നമുക്കിത് മലയാളത്തിലേക്ക് ആദ്യം മാറ്റാം. അതിന് ഈ 3 കുത്തിലൊരു കുത്തു കൊടുത്താൽ ഇവിടെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്താൽ ഇവിടെ കണ്ടന്റ് ലാംഗ്വേജ് എന്ന് കാണും. അത് ഓപ്പൺ ചെയ്യുക. താഴേക്ക് മലയാളം ഉണ്ടാവും. ആ മലയാളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ മലയാളത്തിൽ കിട്ടും. പിന്നെ ഓരോ ദിവസം നമ്മൾ എടുത്താലും ആ ദിവസം നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ, ചരിത്ര സംഭവങ്ങൾ, ജന്മദിനങ്ങൾ, ആരൊക്കെ ജനിച്ച്, മഹാന്മാരായ വ്യക്തികൾ ജനിച്ചത്, ചരമവാർഷികങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയിട്ട് നമുക്ക് ഡേറ്റ് ഇങ്ങനെ മാറ്റാം. ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പുറമുള്ള ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതുകൂടാണ്ട് കലണ്ടർ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇവിടെ കലണ്ടർ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിന്നും ഓരോ മാസം കണക്കിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. എങ്ങനെയായാലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഓരോ ദിവസത്തിന്റെ പ്രത്യേകതകൾ അറിയാൻ പറ്റുന്ന ഒരു അടിപൊളി കലണ്ടറാണ് ഈ കലണ്ടർ. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലൈക്കും കൊടുത്തേക്കും. നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.